ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ദുബായിലുള്ള ടെർമിനൽ 3 എയർപോർട്ടിലാണ് ഉള്ളത്. ടെർമിനൽ 3 എയർപോർട്ട് A380 അഥവാ വലിയ വിമാനങ്ങൾക്ക് മാത്രമായി ദുബായ് ഒരുക്കിയിട്ടുള്ള എയർപോർട്ടാണ്. അങ്ങേയറ്റം ലക്ഷറി, ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു എയർപോർട്ടാണിത്. ഞങ്ങളുടെ പോകാനുള്ള വിമാനമാണ് മുന്നിൽ കാണുന്നത്. ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലേക്കാണ് ദുബായിൽ നിന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ റൺവേയിലേക്ക് എത്തിയിട്ടില്ല, റൺവേയിലോട്ട് പോവുകയാണ്. ഓരോ സീറ്റിനും മുന്നിലുള്ള ഞങ്ങളുടെ സ്ക്രീനിൽ ഞങ്ങൾക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം, എല്ലാം ഭംഗിയായി തന്നെ മനസ്സിലാവുന്ന രീതിയിൽ. പറക്കാൻ തുടങ്ങി ഒരു അരമണിക്കൂറിന് ഉള്ളിൽ തന്നെ ഞങ്ങളുടെ ഫുഡ് വന്നു. അടിപൊളി ഫുഡ്, ആപ്പിൾ ജ്യൂസാണ്, തെറ്റിദ്ധരിക്കേണ്ട. എല്ലാതരം ജ്യൂസും ഇതിൽ കിട്ടും. ഫുഡ് നന്നായി എൻജോയ് ചെയ്തു. എത്ര ആൾക്കാരാണ്, അവർക്ക് ഓരോ ആൾക്കാർക്കും 2-3 തരത്തിലുള്ള ഫുഡാണ് നമുക്ക് സെലക്ട് ചെയ്യാം. വെജ് വേണമെന്നവർക്ക്, നോൺ വെജ് വേണമെന്നവർക്ക്, ന്യൂഡിൽസ്, അങ്ങനെ 2-3 ഓപ്ഷനാണ് ഇവർ തരുന്നത്. ഇനി അല്പം ക്യാബിനിലൂടെ ഒരു നടത്തമാവും. ഇതിൻ്റെ മുകളിലോട്ട് പോകുന്ന വഴി. ഞാനിതിന് വെറുതെ അല്ല ഒരു പറക്കുന്ന കപ്പൽ എന്ന് പറഞ്ഞത്. അത്രക്കും വലുപ്പമാണ് ഇതിൻ്റെ അകത്ത്. നമ്മളൊരു വന്ദേ ഭാരത് ട്രെയിനൊക്കെ ആയിട്ട് ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിലെനിക്ക് തോന്നുന്നു 3 സീറ്റ് ഒരു സൈഡിൽ, 3 സീറ്റ് ഒരു സൈഡിൽ, അങ്ങനെ 6 സീറ്റാണ്. ഇതിൻ്റെ ഇടയിൽ അത് കൂടാതെ ഒരു 4 സീറ്റ് നടുക്കും ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. 520 ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ ഫുൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് 853 ആൾക്കാർക്ക് വരെ യാത്ര ചെയ്യാനുള്ള കപ്പാസിറ്റി ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 3,20,000 ലിറ്ററാണ്. 16,800 കിലോമീറ്റർ ഒറ്റയടിക്ക് പറക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബിസിനസ് ക്ലാസ്സിലോട്ട് പോകുന്ന വഴി. ഞങ്ങൾ ജോഹന്നസ്ബർഗിൽ ലാൻഡ് ചെയ്തു. ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പോകുന്ന വഴിയാണ്. ഇനി തിരിച്ചുള്ള യാത്രയെക്കുറിച്ച് പറയാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ ബോയിങ് 777 തിരിച്ചു വന്നത്. ബാക്കി അവിടെയുള്ള വീഡിയോകളൊക്കെ പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും.